സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മുമ്പ് കട്ട് ചെയ്ത് വെച്ചിരുന്ന അംബ്രല പലാസ. അംബ്രല പലാസ ആണ് ചെയ്യാൻ പോകുന്നത്. അരക്ക് എലാസ്റ്റിക് വരും. ഇതാണ് അംബ്രല, ചെറിയ കുട്ടിൻ്റെതാണ്. വലുതാകുമ്പോൾ നല്ല ഫ്ലെയർ വരും. ഇത് അത്യാവശ്യം ചെറിയ മീഡിയം ലെവലിൽ കുട്ടീൻ്റെതാണ്. അപ്പൊ അതിനുള്ള ഫ്ലെയർ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് അടിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ 2 പീസ് ചെയ്യുന്നത്, 2 കാല് ഒരാള് വരുന്നത്. ഇത് അരഭാഗമാണ് വരുന്നത്. ഇത് നടഭാഗം വരും. 2 നടഭാഗം 2 അരഭാഗം. അപ്പൊ ഇങ്ങനെ അരക്ക് എലാസ്റ്റിക് വരും. അതിന് സെപ്പറേറ്റ് വേറെ പട്ട കൊടുക്കണം നമ്മള്. അമ്പറിലാകുമ്പോൾ ക്ലോസിംഗിൽ ഇതിന്മേ ക്ലോത്ത് ഇടാൻ പറ്റില്ല. ഇത് പെട്ടാല് ക്ലോസിലാവും, എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ സെപ്പറേറ്റ് പട്ട കൊടുത്തിട്ട് വേണം എലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ. ഇതിന്റെ ഫിറ്റിങ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. 2 നടഭാഗം, ആദ്യം ഒരു നടഭാഗം, 2ന്റെയും കൂടെ കൂടിയിട്ടുള്ള നടഭാഗം രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കുക, സിമ്പിളായിട്ട് തയ്ച്ചെടുക്കുക. അംബ്രല പലാസ താഴേക്ക് നല്ല ഫ്ലെയറും ഉണ്ടാവും. എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുത്താൽ പൊട്ടൂല. ഒരു കുറെ കാലം യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റേ ഭാഗം, ഇതുപോലെ ഭാഗമാണ് നടഭാഗം. ഇതുപോലെ തന്നെ മറ്റേ ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. 2 നടഭാഗം ഓപ്പോസിറ്റ് ചെയ്ത പോലെ തന്നെ ഇട്ടിട്ട് ഇതിന്റെ നടഭാഗം രണ്ടും കൂടെ ഒരേപോലെ പിടിച്ചു കൊടുക്കണം. തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. എപ്പോഴും 2 സ്റ്റിച്ച് എല്ലാത്തിനും എടുക്കുന്ന 2 ഭാഗം പൊട്ടിപ്പോവുക. അതിനാണ് 2 സ്റ്റിച്ച് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കാതെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ നടഭാഗം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നടഭാഗം, ഒരു നടഭാഗം, അടുത്ത നടഭാഗം. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നേരെ നമ്മൾ സെന്റർ വിട്ടിട്ടുണ്ട്. 2 കാലുകള്, ഇതാണ് താഴ്ഭാഗം, കാലിന്റെ അറ്റം ഫ്ലെയർ ഉണ്ടാവും. ഇത്രയും ഫ്ലെയർ വരും മീഡിയം ലെവൽ കുട്ടിക്ക്. വലിയ കുട്ടികൾക്ക് ഇതിലേ വരും. ഇനി ഇവിടെ ജോയിന്റ് ഒപ്പം പിടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു പീസ് താഴെ ചെറിയ പീസ് ജോയിന്റ് ചെയ്യാനുണ്ട്. അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇറക്കം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നടന്റെ ജോയിന്റ് ഒപ്പാക്കിയിട്ട് ഒരു ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്ത് വിടണം. അതിന്റെ അവിടെ ജോയിന്റിൽ കണ്ടോ, ഈ ജോയിന്റിൽ ഇവിടെ കെട്ടിട്ടുള്ളത് പൊട്ടാതിരിക്കാൻ. ഒരു 2 ഇടുമ്പോൾ പേരിന്റെ നട പൊട്ടി പൊട്ടാതിരിക്കാനാണ് അവിടെ. ഇനി എല്ലാ ഭാഗം ചെയ്ത പോലെ തന്നെ സ്റ്റിച്ചിട്ടുണ്ട്. അപ്പൊ തിരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുക. കുറച്ച് തുമ്പ് വരെ വന്നിട്ടുണ്ടാവും. അത് നമ്മളൊരു ഭാഗം ജോയിന്റ് ചെയ്യാൻ ഇട്ടതാണ്. അത് ജോയിന്റിന് പകരം അത് വെട്ടി ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ആ തുമ്പ് വെട്ടി ഒഴിവാക്കിയതിന് ശേഷം ഇപ്പൊ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി അരക്ക് പട്ട കൊടുത്തിട്ട് എലാസ്റ്റിക് കൊടുക്കണം. താഴ്ഭാഗം മടക്കി ഇടണം. താഴ്ഭാഗം ചെറുതായിട്ട് മിക്സ് മടക്കിടുക. അടിഭാഗം ഇതുപോലെ ചെറുതായിട്ട് മിക്സ് 2 മടക്കി മടക്കിയിട്ടില്ല. ഷോളിന്റെയൊക്കെ കര അടിക്കുന്ന അതേ വീതി മതി. കാരണം തുണി കുറവായതുകൊണ്ട് ലെങ്ത് കുറച്ച് കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ രീതിയിൽ മടക്കിയെടുക്കാൻ ചെറുതായിട്ട് 2 മടക്കി മടക്കിയിട്ട്
രണ്ട് മടക്ക് മടക്കാൻ ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു മടക്ക് മടക്കി കൊടുത്താലും മതി. ചെറുതാവുമ്പോൾ രണ്ട് മടക്ക് മടക്കി കിട്ടും. കഴിയാത്തവർ ആദ്യം പിന്നെ രണ്ടാമത്തെ മടക്ക് മടക്കി അടിച്ചാൽ മതി. നല്ല ഫ്ലെയർ ഉണ്ട്, അപ്പൊ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ഫ്ലെയർ കൂടും. അപ്പൊ അതിനനുസരിച്ച് അടിഭാഗം മടക്കിയെടുക്കാൻ ടൈമിങ് എടുക്കും. അങ്ങനെ ഒരു കാല് മടക്കി അടിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ മറ്റേ കാലിന്റെ അടിഭാഗവും അതുപോലെ ചെറിയ മടക്ക് മടക്കിയിട്ട് അതുപോലെ തന്നെ മടക്കിയടിക്കുക. കെട്ടിട്ട് കൊടുക്കണം. തുടക്കത്തിൽ ഏതിനും കെട്ടിട്ട് വേണം അടിക്കാൻ. താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ബോട്ടം സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതാണ് അംബ്രല്ല പലാസോ എന്ന് പറയുന്ന സംഭവം. ഇതാണ് അംബ്രല്ല പലാസോ. താഴേക്ക് നല്ല ഫ്ലെയർ ഉണ്ടാവും. ഒരു കാലിന്റെ ഫ്ലെയർ, മറ്റേ കാലിന്റെ ഫ്ലെയർ. ഇത് മീഡിയം ചെറിയ കുട്ടികളുടേതാണ്. വലിയ വലുതാകുമ്പോൾ നല്ല ഫ്ലെയർ വരും. ഇനി ഇതിന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരക്കൊരു പട്ട കൊടുക്കുക, അലാസ്റ്റിക് ഫിറ്റ് ചെയ്യുക. അപ്പൊ അരയുടെ പട്ട എങ്ങനെ കൊടുക്കേണ്ടത് ഞാൻ കാണിച്ചത്. അരയുടെ പട്ട നമ്മൾ ഏകദേശം ഇതേ അളവിൽ തന്നെ എടുക്കണം. ഇതിന്റെ അരഭാഗം എത്രയുണ്ട് അത്രയും ഈ പട്ട എടുക്കണം. അപ്പൊ പട്ട ഇത് ഏകദേശം കിട്ടും. അപ്പൊ പട്ട അലാസ്റ്റിക് 1.5 ഇഞ്ച് അലാസ്റ്റിക് വരും. ആ അലാസ്റ്റിക്കിനുള്ള വീതിയിൽ പട്ട എടുക്കേണ്ടത് ശ്രദ്ധിക്കുക. ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് കണ്ടിട്ട് പട്ട എടുക്കുക. പട്ടയുടെ വീതി പട്ട ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ശ്രദ്ധിക്കുക. നല്ല വശത്തുനിന്ന് കൊടുക്കുക. പട്ട ഒരു 1/2 ഇഞ്ച് മടക്കി വെച്ചിട്ട് വേണം പട്ട ഫിറ്റ് ചെയ്യാൻ. കെട്ടിട്ടടിക്കുക. ബോട്ട് വലിയാതെ വേണം ഫിറ്റ് ചെയ്യാൻ.
എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് നീക്കി കൊടുക്കുക. അവിടെ മടക്കിയതുപോലെ ഇവിടെ ഓപ്പോസിറ്റ് മടക്കി കൊടുക്കുക.